2 വർഷം മുൻപ് കാനഡയെ നടുക്കിയ ഇന്ത്യൻ വംശജ ഗുർസിമ്രാൻ കൗറിന്റെ മരണം വീണ്ടും ചർച്ചയാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീണ്ടും ചർച്ചയാകുന്നത്. 2024 ഹാലിഫാക്സിൽ വാൾമാർട്ട് സ്റ്റോറിൽ ബേക്കറി ഓവനുള്ളിൽ 19-കാരിയായ ഗുർസിമാനെ വെന്തുരുകി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വളരെയധികം അസ്വാഭാവികത നിറഞ്ഞ ഈ മരണത്തെ ആസ്പദമാക്കി തന്നെ പല രീതിയിൽ അന്വേഷണം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് നന്നായി അറിയാം. ശരിക്കും പറഞ്ഞാൽ എന്താണ് അന്ന് സംഭവിച്ചത് എന്നത് കൃത്യമായി അറിയാൻ തന്നെയാണ് എല്ലാവരും കാത്തിരുന്നത്. എന്താണ് ശരിക്കും അന്ന് നടന്നത്, അതാണ് ഇപ്പോൾ എല്ലാവരും അറിയാൻ വളരെയധികം ആവശ്യമായി തന്നെ കാണിക്കുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിൽ നീതി തേടി അമ്മ മന്ദീപ് കൗർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് പറയാം. പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും തൻ്റെ മകളുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ മാറിയിട്ടില്ല എന്ന് തന്നെ അമ്മ വിശ്വസിക്കുന്നു. 2022 ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയ മന്ദീപും മകൾ ഗുർസിമാനും ഒരേ വാൾമാർട്ട് ഔട്ട്ലെറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. 2024 ഒക്ടോബർ 19 രാത്രി ഷിഫ്റ്റിനിടെ മകളെ കാണാനെത്തിയതോടെയാണ് മന്ദീപ് അന്വേഷണം തുടങ്ങിയത്. മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ പരിഭ്രാന്തമായ മന്ദീപ് സ്റ്റോറിലാകെ തിരച്ചിൽ നടത്തി. ഒടുവിൽ ബേക്കറി വിഭാഗത്തിലെ വലിയ വോക്ക് ഇൻ ഓവൻ സമീപം അവർ ഓവന്റെ പിൻഭാഗത്ത് നിന്ന് ദുരൂഹമായ ദ്രാവകം ഒഴുകുന്നത് മന്ദീപിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓവൻ തുറന്ന മന്ദീപ് കണ്ടത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ തൻ്റെ മകളുടെ മൃതദേഹമാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല. മിനിറ്റുകളോളം ഞാൻ ആ തറയിൽ മകൾക്കൊപ്പം ഇരുന്നു. എൻ്റെ ജീവിതം എന്നേക്കുമായി മാറിപ്പോയി. ഇങ്ങനെയാണ് മന്ദീപ് കൗർ വേദനയോടെ തന്നെ പറയുന്നത്. ഗുർസിമാന്റെ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നും ഇതൊരു അപകടകരമാണെന്നും കനേഡിയൻ പോലീസിന്റെ തൊഴിൽ വകുപ്പിന്റെയും കണ്ടെത്തലുണ്ട്. ഓവൻ അകത്തുനിന്ന് തുറക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണെന്നും സുരക്ഷാ ലംഘനങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. എന്നാൽ ഈ വാദങ്ങൾ കുടുംബം പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഗുർസിമാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നു. നീണ്ട 18 മാസത്തെ അന്വേഷണത്തിന് ശേഷവും മരണത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെയും വാൾമാർട്ട് അധികൃതർക്കെതിരെയും നിയമനടപടി സ്വീകരിക്കുന്നതായി മന്ദീപ് കൗർ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെപ്പറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. തൻ്റെ മകൾ മരിച്ചു, നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒരിക്കലും നിങ്ങൾക്ക് നികത്താനാകില്ല, അത് ഉറപ്പു തന്നെയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.